ആക്സിഡന്റ് ഉണ്ടായി അവിടുന്ന് എടുത്ത് അവർ രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ചെയ്തായിരിക്കും. എന്നിട്ട് ആരും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് കളഞ്ഞിട്ട് അവർ കളഞ്ഞു. എന്നിട്ട് എരുമേലിൽ നിന്ന് ലോഡ് കയറ്റി പെരുമ്പാവൂർ പോകുമായിരുന്നു. അന്ന് ഞങ്ങൾ ശകലം താമസിച്ച് പോകുന്ന കാരണം പാലായിൽ പൈകയല്ല നിർത്തിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കുന്ന കടയുണ്ട്. പുള്ളി ഒരു ഓംപ്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോന്നു. ഞാൻ അവിടുന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ സംഭവം ആളെ കാണാനില്ല. ഫോൺ വിളിച്ചപ്പോൾ 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല ഫോൺ. ടെൻഷൻ ആയി കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ അടുത്ത ഒരു ചേച്ചിയാണ് എടുത്തിട്ട് പറഞ്ഞു ഇതിനുപോലെ ആളൊക്കെ അപകടം പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അപകടം പറ്റിയപ്പോൾ പിന്നെ എന്ത് വണ്ടി ഇടിച്ചെന്നോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പെട്ടെന്ന് അവർ ഫോൺ കട്ടാക്കി. അപ്പം എവിടെ എന്തുവാന്ന് അറിയത്തില്ല. അപ്പം രാത്രിയല്ലേ, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളുമാണ്. പിന്നെയും വിളിച്ചു കഴിഞ്ഞപ്പോൾ എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് എടുത്തു ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നെ ഇതുപോലെ കളഞ്ഞിട്ട് പോയടാ, അവർ കളഞ്ഞിട്ട് പോയിട്ടുണ്ട്, എവിടെ സ്ഥലമെന്ന് എനിക്കറിയത്തില്ല. ഇത്ര അതുപോലെ ആക്സിഡൻറ്റ് അതുപോലെ പറ്റി കിടക്കും. അപ്പോൾ അറിയുന്നില്ല, നമ്മളും അറിയുന്നില്ല, കാലൊടിഞ്ഞതോ എന്തോ പറ്റിയെന്നോ ഒന്നും അറിയുന്നില്ല. സ്ഥലങ്ങൾ പറയാമോ, റോഡ് സൈഡാണ്, വണ്ടി കാണാം, പള്ളിയിൽ പെരുന്നാളിന് വെടിക്കെട്ടിൻ്റെ ഇതൊക്കെ കാണാം, കുർബാന കേൾക്കാം എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പൈകപ്പള്ളിയുടെ ആ ഭാഗത്താണ് തപ്പുന്നത്. ഒരു ഇൻ്റർലോക്ക് ഭാഗിയേക്കുന്ന ഒരു റോഡുണ്ട്, അവിടെ കാട്ടിൽ അവിടെ സംഭവം ഉപേക്ഷിച്ചിട്ടേക്കുക. ചെന്നപ്പം രക്തത്തിൽ കുളിച്ച് കിടക്കുക, കാലൊടിഞ്ഞ് അനങ്ങാനോ ഒന്ന് ഉരുളാൻ പോലും പോയി. വെള്ളത്തിന് വേണ്ടി കരയും. ഞാൻ ഓടിച്ചൊന്ന് വെള്ളമെല്ലാം കൊടുത്തു, ഹോസ്പിറ്റലിലാക്കി. പിന്നെ അവിടെ എക്സ്റേ ഒക്കെ എടുത്തു. തലയുടെ പുറവശത്തോട്ട് മുറിവ്, കണ്ണിൻ്റെ ഇവിടെ ആയിട്ട്. പിന്നെ ഈ ഒരു കാലൊടിഞ്ഞു പോയി. പിന്നെ പുറകിലൊന്നും തൊലിയൊന്നും ഇല്ല. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് വഴി കളഞ്ഞിട്ട് പോയതാണ്. ഭയങ്കര സങ്കടമായി പോയി.